സാമ്പത്തിക തട്ടിപ്പിൽ ഒളിവിൽ പോയ വിജയ് മല്യയുടെ 14,000 കോടി രൂപയുടെ സ്വത്തുക്കൾ പൊതുമേഖലാ ബാങ്കുകൾക്ക് കൈമാറിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നീരവ് മോദിയുടെ 1,053 കോടി രൂപയുടെ സ്വത്തുക്കളും പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകളിലേക്ക് തിരികെ എത്തിച്ചെന്നും കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. ഒരു കുറ്റവാളിയെയും രാജ്യം വിടാൻ അനുവദിക്കില്ലെന്നും ആരെങ്കിലും കടന്നാൽ കേന്ദ്ര ഏജൻസികൾ അവർക്ക് പിന്നാലെ പോകുമെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 22,280 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ബാങ്കുകളിൽ പുനഃസ്ഥാപിച്ചത്. സാമ്പത്തിക തട്ടിപ്പിന് ഇരകളായവർക്ക് ഈ പണം ലഭിക്കും. ഒളിവിൽ പോയ സാമ്പത്തിക കുറ്റവാളി വിജയ് മല്യയുടെ 14,131 കോടി രൂപയുടെ സ്വത്തുക്കൾ പൊതുമേഖലാ ബാങ്കുകളിൽ പുനഃസ്ഥാപിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയെ അറിയിച്ചു. മറ്റൊരു സാമ്പത്തിക കുറ്റവാളി നീരവ് മോദിയുടെ 1,000 കോടിയുടെ സ്വത്തുക്കളും പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകളിലായി പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഒരു കുറ്റവാളിയെപ്പോലും രാജ്യം വിടാൻ അനുവദിക്കില്ലെന്നും രാജ്യം വിട്ടുപോയവർക്ക് പിന്നാലെ കേന്ദ്ര ഏജൻസികളുണ്ടെന്നും നിർമ്മല സീതാരാമൻ ഓർമ്മപ്പെടുത്തി. അടുത്തിടെ വിജയ് മല്യയുടെ ഫ്രാൻസിലെ 14 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിരുന്നു. ഫ്രാൻസിലെ ഏജൻസികളുടെ സഹായത്തോടെയായിരുന്നു ഈ നീക്കം. വിജയ് മല്യ നിലവിൽ ലണ്ടനിലാണ്. ഇയാളെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നുണ്ട്. നീരവ് മോദിയാകട്ടെ UK ജയിലിലും. ജനം, ഡൽഹി.